चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिकांत राधाकांत नमस्ते तप्त कांचन गौरांगे राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयप्रकाश स्वामिनिति नामिने नमः आचार्यपादाय निताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्ण. സോ ഇന്ന് ക്ലാസ്സിൽ നമുക്ക് പഞ്ചസത്വ അതിലുള്ള അദ്വൈതാചാര്യ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സോ അദ്വൈതാചാര്യനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു 2-3 പോയിന്റ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് അദ്വൈതാചാര്യനെ കുറിച്ച്. ലൈക്ക് അദ്വൈതാചാര്യ ഏത് മൂർത്തിയുടെ അവതാരമാണ്, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? हरे कृष्ण माताजी प्रणाम. പ്രണാം. മാതാജി, അദ്വൈതാചാര്യ ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും അംശം ആണ്. താങ്ക് യു മാതാജി. സോ അദ്വൈതാചാര്യ മഹാവിഷ്ണു ആൻഡ് ഭഗവാൻ മഹാദേവൻ ഇവർ രണ്ടുപേരുടെ അവതാരമാണ്. ഓക്കെ, രണ്ടുപേരും അവരുടെ അംശങ്ങൾ ഒരുമിച്ച് അദ്വൈതാചാര്യായിട്ട് അവതാരം ചെയ്തു. ഓക്കെ, വേറെ ആർക്കെങ്കിലും അദ്വൈതാചാര്യനെ കുറിച്ച് എന്തെങ്കിലും പോയിന്റ്സ്? ഓക്കെ, സോ അദ്വൈതാചാര്യ, അദ്ദേഹത്തിന്റെ പേര് തന്നെ അദ്വൈത. അദ്വൈത എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ഇസ് നോട്ട് ടു, അതായത് ദ്വൈതം ഇല്ലാത്തത്. അതിന്റെ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ മായാവാദി, അതായത് ഭഗവാനും ജീവാത്മാവും ഒന്ന് എന്ന് പറയുന്ന ആ മായാവാദി സമ്പ്രദായത്തിലും അദ്വൈത എന്ന് പറയും. പക്ഷെ അത് തെറ്റായ ഒരു അദ്വൈതയുടെ മീനിങ് ആണ്. എങ്ങനെ ജീവാത്മാവും ഭഗവാനും എല്ലാ രീതിയിലും ഒന്നാവും? ജീവാത്മ എങ്ങനെ ഭഗവാനാവാൻ കഴിയും? ഒരു ജീവാത്മാ, ഒരു പർട്ടിക്കുലർ ലിവിങ് ബീങ് ഒരിക്കലും ഭഗവാൻ ആവാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അദ്വൈത എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ അദ്വൈതാചാര്യ എന്റെ പേര് എന്തിനാ അദ്വൈതം എന്ന് പറയുന്നത്? ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, അദ്വൈതം ഹരിനാദ്വൈതാത് ആചാര്യം ഭക്തി സംശനാത്. അദ്ദേഹത്തിന്റെ പേര് എന്തിനാ അദ്വൈതാചാര്യ? അദ്വൈതം ഹരിനാദ്വൈതാത്, അതായത് ഭഗവാൻ ഹരിയും നമ്മുടെ അദ്വൈതാചാര്യവും അഭിന്നമാണ്, രണ്ടും ഒരേ വ്യക്തിയാണ്. അപ്പൊ ബിക്കോസ് ഹി ഈസ് നോൺ ഡിഫറെന്റ് ഫ്രം ഹരി, ഭഗവാനേക്കാൾ വേറില്ലാതുകൊണ്ട് അദ്വൈത എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര്. ആൻഡ് ആചാര്യം ഭക്തി സംശനാഥ്, നമ്മുടെ കൃഷ്ണഭക്തിനെ പഠിപ്പിക്കാൻ ഒരു ആചാര്യനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്.
അതുകൊണ്ട് അദ്ദേഹത്തിന് ആചാര്യ എന്ന് വിളിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അദ്വൈത ആചാര്യ. എല്ലാവർക്കും മനസ്സിലായോ എന്തിനാ അദ്വൈതം എന്ന് പറയുന്നത്? മനസ്സിലായി മാതാജി. സോ അദ്വൈത ആചാര്യ. മാതാജി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാം. Those who understood can repeat. ഭക്തി പഠിപ്പിക്കാൻ വന്ന ആചാര്യനായതുകൊണ്ടാണ് അദ്വൈത ആചാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആചാര്യ എന്ന് പറയുന്നത്. പക്ഷെ അദ്വൈത എന്ന പേര് എങ്ങനെ വന്നു? അദ്വൈതനും ഒന്നാണ്. ഹരി ഹരിയാണ് അദ്വൈത. അദ്വൈത എന്ന് പറഞ്ഞാൽ ഹരിയാണ്. അദ്വൈത എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. അവർ രണ്ടല്ല ഒന്നാണ്. സോ ആറ് ഒന്നാണ്, ഹരിയും അദ്വൈതനും. സോ അദ്ദേഹം ഭഗവാൻ പോലെ തന്നെയാണ്. സോ അതുകൊണ്ടാണ് അദ്വൈതം ഹരിനാദ്വൈത ആചാര്യം ഭക്തി സംശനാത്. സോ ഭഗവാൻ ഹരി തന്നെ ഒരു ഭക്തന്റെ രൂപത്തിൽ ഭക്തി പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതാണ് അദ്വൈതാചാര്യ. ഓക്കെ മാതാജി, അദ്വൈത ഹരി നാം അതൊന്ന് പറഞ്ഞ മാതാജി ആ ശ്ലോകം. ഹരിന അദ്വൈത. ഇത് നമ്മുടെ ചൈതന്യ ചരിതാമൃതത്തിൽ ആദി ലീലയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ശ്ലോകമാണ്. ഞാൻ വേണമെങ്കിൽ ആ ശ്ലോകം പ്രഭുപാദ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം. ബിക്കോസ് സംടൈംസ് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. ചൈതന്യ ചരിതാമൃത ആദിലീല 6.5 chapter 6 text number 5. അദ്വൈതം ഹരിനാദ്വൈതാത് ആചാര്യ ഭക്താവതാരം ഈശം തം from Hari, the Supreme Lord. And because he propagates the cult of devotion, he is called Acharya. He is the Lord and incarnation of the Lord's devotee. Therefore, I take shelter of him. So, എന്താ വേഴ്സിന്റെ അർത്ഥം? അദ്വൈത ആചാര്യം ആശ്രയെ, ഞാൻ അദ്വൈത ആചാര്യനെ ആശ്രയിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആശ്രയം ഏൽക്കുന്നുണ്ട്. എന്തിനാ? ബിക്കോസ് അദ്ദേഹമാണ് ഭക്താവതാരം ഈശം തം, ഭഗവാന്റെ ഒരു ഭക്തന്റെ അവതാരമാണ്. സോ ഭഗവാന്റെ ഭക്തനാണ് മഹാദേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭഗവാൻ കൂടിയാണ്. അപ്പോ മഹാവിഷ്ണു. സോ ഭക്താവതാരം ഈശം, ഭഗവാന്റെ ഭക്തന്റെ അവതാരം മഹാദേവനും ഈശം ഭഗവാൻ മഹാവിഷ്ണുവുടെയും അവതാരമാണ് അദ്ദേഹം. ആൻഡ് അദ്വൈതം ഹരിനാദ്വൈതാത്, ഹരിയേക്കാൾ ഒരു ഭേദവും ഇല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്വൈത. ആൻഡ് പ്രൊപ്പഗേറ്റ് ദ കൾട്ട് ഓഫ് ഡിവോഷൻ, ഭക്തി ഈ ലോകം മുഴുവതും പ്രചാരം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആചാര്യ. സോ ഇതുപോലെ അദ്വൈത ആചാര്യൻ ഞാൻ ആശ്രയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ചൈതന്യ ചരിതാമൃത ഗ്രന്ഥത്തിൽ പഞ്ചതത്വനെ കുറിച്ച് ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവരുടെ തത്വം എന്താണ്, ഇവരെ എങ്ങനെ പൂജിക്കണം എല്ലാം. ഈ ചാപ്റ്ററിൽ തന്നെ വേറെ ഒരു ശ്ലോകമുണ്ട്. മഹാവിഷ്ണുർ ജഗത് കർത്ത മായയാ യഃ സൃജത്യത തസ്യാവതാര ഏവായം അദ്വൈതാചാര്യ ഈശ്വരഃ. എന്താ പറയുന്നുണ്ട്? മഹാവിഷ്ണു ജഗത് കർത്ത, മഹാവിഷ്ണു ആണ് ഈ ജഗത്തിന്റെ കർത്ത, ഈ ജഗത്തിന്റെ മെയിൻ കർത്ത.
ജഗത്തിന്റെ സൃഷ്ടിയും അതിന്റെ പാലനവും എല്ലാം ചെയ്യുന്നത് മഹാവിഷ്ണുവാണ്. അവർ എങ്ങനെ ജഗത് കർത്ത ചെയ്യുന്നുണ്ട്? മായയാ സൃജത്തേത്. അദ്ദേഹത്തിന്റെ മായാശക്തിയുടെ വഴിയിൽ കൂടെ അദ്ദേഹം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നുണ്ട്, അതിന്റെ പാലനം ചെയ്യുന്നുണ്ട്. അപ്പൊ തസ്യാവതാര ഏവയം, ആ മഹാവിഷ്ണുവിടെ അവതാരമാണ് അദ്വൈതാചാര്യ ഈശ്വര. അദ്വൈതാചാര്യർ മഹാവിഷ്ണു. ഏത് മഹാവിഷ്ണു നമ്മുടെ ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുന്നുണ്ടോ ആ മഹാവിഷ്ണുവിടെ അവതാരമാണ് അദ്വൈതാചാര്യ. Lord Advaitacharya is the incarnation of Mahavishnu, whose main function is to create the cosmic world through the actions of Maya. So ഇതാണ് ചൈതന്യ ചരിതാമൃതത്തിൽ അദ്വൈതാചാര്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഹരേകൃഷ്ണ മാതാജി, ഡോക്ടർ സോറി, നമ്മുടെ മഹാവിഷ്ണുവും സദാശിവനും കൂടി ചേർന്നല്ലേ? സദാശിവൻ, ശിവനല്ല, സദാശിവൻ. ഹരേ കൃഷ്ണ. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ, അതായത് സംഹാരമൂർത്തിയായ ശിവനും, അതായത് ഭഗവാന്റെ ഫ്രണ്ട് ഹരിയും ഭഗവാന്റെ ബാക്ക് ശിവനുമായിട്ടുള്ള ആ രൂപം. ഹരേ കൃഷ്ണ. സോ ഇപ്പൊ അദ്വൈതാചാര്യന്റെ സ്പെഷ്യാലിറ്റി, ഇപ്പൊ അദ്വൈതാചാര്യ മഹാവിഷ്ണു മഹാദേവനുമാണ്. സോ ഇപ്പോ അദ്വൈതാചാര്യ ഈ ലോകത്ത് വന്നിട്ട് എന്താ ചെയ്തത്? ഇപ്പൊ ഈ പഞ്ചതത്വയിൽ എല്ലാവരും നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ ഓരോരോ പേഴ്സൺ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി, ഓരോരോ വ്യക്തിക്കും വേണ്ടി അവർ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്വൈതാചാര്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു ലാസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഗദാധർ പണ്ഡിറ്റ് എന്ത് ചെയ്തു? ഗദാധർ പണ്ഡിറ്റ് നമുക്ക് വേണ്ടി ടോട്ടാ ഗോപിനാഥ് വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് കാണാം. അദ്ദേഹം ഭക്തി എങ്ങനെ ചെയ്യണം, അതായത് ഒരു നല്ല ഉത്തമ ശിഷ്യൻ എങ്ങനെ ഉണ്ടാവണം എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുപോലെ ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ജീവിതം വെച്ച് നമുക്ക് പല ലെസൺസ് തന്നിട്ടുണ്ട്. അതുപോലെ അദ്വൈതാചാര്യ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്വൈതാചാര്യ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, അദ്വൈതാചാര്യ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തേക്ക് വരാനുള്ള ഒരു മെയിൻ കാരണമാണ് അദ്വൈതാചാര്യ. നമുക്ക് വേണ്ടി സാക്ഷാത് സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ശ്രീമതി രാധാറാണിയുടെ ഭാവമോട് ചേർന്ന് ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരം എടുക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ആയിരുന്നു നമ്മുടെ അദ്വൈതാചാര്യ. എങ്ങനെ? അദ്വൈതാചാര്യ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനേക്കാൾ പ്രായം വളരെ വളരെ കൂടുതലാണ്. ഏതാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 40-50 ഇയേഴ്സ് വ്യത്യാസം ഉണ്ടാവും അവർക്ക്. അപ്പോ അദ്വൈതാചാര്യ ജനിച്ചത് ബംഗ്ലാദേശിലുള്ള ഒരു സ്ഥലത്തിലാണ്. ഇന്നും നമുക്ക് ആ സ്ഥലം പോയി കാണാം. ആ സ്ഥലത്തിന്റെ പേര് പണതീർത്ഥ. സോ ഈ പണതീർത്ഥ എന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മുടെ അദ്വൈതാചാര്യ അവതാരം ചെയ്തത്. അവിടെ അവതാരം ചെയ്ത് അവിടെ വളർന്ന് ഒരു സ്കൂൾ പോകുന്ന പ്രായം, അദ്ദേഹം ജനിച്ചപ്പോ തൊട്ട് ചെറുപ്രായം തൊട്ട് പണ്ഡിതനായിരുന്നു. ഒരു പ്രാവശ്യം ഒരു സബ്ജക്റ്റോ ഒരു സെന്റൻസോ അദ്ദേഹം കേട്ടാൽ അത് ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. അതുപോലെ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. സോ അങ്ങനെ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. സംസ്കൃതത്തിൽ എല്ലാത്തിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അവിടെ ആ പണതീർത്ഥ സ്ഥലത്തിലുള്ള എല്ലാ ബ്രാഹ്മണന്മാരും എല്ലാ വൈഷ്ണവന്മാരും അദ്ദേഹത്തിനെ പൂജിക്കുകയായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സമയത്ത് അദ്ദേഹം അവിടെ വീട് വിട്ടിട്ട് അദ്ദേഹം നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിൽ ഗംഗയുടെ തീരത്തേക്ക് വന്നു. എന്തിനാ വന്നു ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം വന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് വളരെ യങ് ഏജ് ആണ്.
അപ്പോ അദ്വൈതാചാര്യ നമ്മൾ കണ്ടു ഈ പേര് എങ്ങനെയാ വന്നത്, അദ്വൈതാചാര്യ. ഇതാണ് റീസൺ. അപ്പോ അദ്ദേഹത്തിന് ശരിക്കുമുള്ള അച്ഛനമ്മ ഇട്ട പേരെന്താണ്? അദ്ദേഹത്തിന് അച്ഛനും അമ്മയും അദ്ദേഹത്തിന് ഇട്ട പേരാണ് കമലാക്ഷ. എന്തിനാ ഈ പേരിട്ടത്? അദ്ദേഹത്തിന്റെ കണ്ണുകൾ കമല ഫ്ലവർ, അതായത് നമ്മുടെ ലോട്ടസിനെ പോലെ അദ്ദേഹത്തിന് നേത്രങ്ങൾ ഉണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. എല്ലാവരും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് കണ്ടാൽ എല്ലാവരും മോഹിച്ചു പോകും. സോ അതുകൊണ്ട് കമലാക്ഷ എന്ന് പേരിട്ടു. പിന്നീടാണ് നമ്മുടെ ഭക്തന്മാരൊക്കെ അദ്വൈതാചാര്യ എന്ന് വിളിക്കാൻ തുടങ്ങി. സോ ഈ നമ്മുടെ അദ്വൈതാചാര്യൻ അവിടുന്ന് ഇവിടെ വന്നിട്ട് ഗംഗയുടെ തീരത്ത് നമ്മുടെ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്ത ഈ നവദ്വീപ് ധാം അവിടുന്ന് കുറച്ച് ദൂരെ, ഒരു 50 കിലോമീറ്റർ ദൂരെ ശാന്തിപൂർ എന്ന ഒരു സ്ഥലമുണ്ട്. ഈ ശാന്തിപൂർ എന്ന സ്ഥലത്തിലാണ് അദ്ദേഹം വീട് വെച്ചത്. ഇവിടെ വന്ന് വീട് വെച്ചിട്ട് ശാന്തിപൂരിൽ അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് 2 വൈഫ് ഉണ്ടായിരുന്നു, സീത ഠാക്കുറാണി ആൻഡ് ശ്രീദേവി സീത ഠാക്കുറാണി. ഇവർ 2 പേരും സിസ്റ്റേഴ്സ് ആയിരുന്നു, ശ്രീദേവിയും സീത ഠാക്കുറാണിയും. 2 സിസ്റ്റേഴ്സിനെയും കല്യാണം കഴിച്ച് അദ്ദേഹം ശാന്തിപൂരിലായിരുന്നു താമസം. അപ്പൊ അവിടെ ഇരുന്ന് അദ്ദേഹം നന്ന ഭക്തിയൊക്കെ ചെയ്തിരുന്നു. ആൻഡ് ഇന്നും നമുക്ക് ശാന്തിപൂർ കാണാം. വളരെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ശാന്തിപൂർ, ഗംഗയുടെ തീരത്ത് തന്നെ. സോ അദ്ദേഹം ശാന്തിപൂരിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം കണ്ടു എങ്ങനെ ഈ ലോകത്തിൽ എല്ലാവരും കാളിപൂജ ചെയ്യുന്നുണ്ട്, ദുർഗാപൂജ ചെയ്യുന്നുണ്ട്. കാളിപൂജ ദുർഗാപൂജ പേര് വെച്ച് അവർ thousands and thousands of ആട് മാടൊക്കെ വെട്ടി ബലി കൊടുക്കുന്നുണ്ട്. അത് കഴിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ആ സമയത്ത് മുസ്ലിംസും കുറെ ഉണ്ടായിരുന്നു. മുഗൾ രാജ്യമാണ് ആ സമയത്ത് ഇരുന്നത്. അപ്പൊ മുഗൾസിന്റെ അക്രമം കണ്ട് അവരും ഗോഹത്യാവും എല്ലാ പാവങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൽ തന്നെ ആരും ഭക്തിയോ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ സമയത്ത് ലോകം എങ്ങനെ ഉണ്ടായിരുന്നു? ചില പേർ അവരുടെ മെറ്റീരിയൽ വെൽത്ത് മാത്രം ബിസിനസ് ഒക്കെ ചെയ്തിട്ട് എപ്പോഴും ധനം എങ്ങനെ വർദ്ധിക്കണം, എങ്ങനെ ധനം ആർജിക്കണം, എങ്ങനെ നന്നായിട്ട് വാഴണം, അതാണ് ചിന്തിക്കുന്നത്. അതിനു വേണ്ടി ഇഷ്ടമുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, അവരും കുറെ പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്തുള്ള ഹിന്ദുസ് ഒക്കെ ഈ കാളിപൂജ ഇതൊക്കെ ചെയ്ത് അവരും ഇഷ്ടം പോലെ പാപം ചെയ്യുന്നുണ്ട്. ആരും ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മുടെ സ്വരൂപം എന്താണ്? ഒരു ജീവാത്മാവിന്റെ സ്വരൂപമാണ് ഭഗവാന്റെ സേവ ചെയ്യുന്നത്. ആരും ഭഗവാന്റെ സേവ ചെയ്യുന്നില്ല, ആരും ഭഗവാനെ പൂജിക്കുന്നില്ല. അവിടെ ആ മെറ്റീരിയൽ ബോഡിയും റിലേറ്റീവ്സും ഇവരുടെ നടുവിൽ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. ആരും ഭഗവാനെ കുറിച്ച് ഓർക്കുന്നില്ല. ഭഗവാൻ ആരാണ് പോലും ആർക്കും അറിയുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന് ഭക്തി ചെയ്യണം, അദ്ദേഹത്തിന് ഹരിനാമം ചെയ്യണം. ഇത് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശ്രീമദ് ഭാഗവതം അതുപോലെ ഭക്തി ഗ്രന്ഥങ്ങൾ ആരും വായിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോ അദ്വൈതാചാര്യ, ശ്രീവാസ് താക്കൂർ ഇതുപോലെ ഉള്ള ചില പ്യോർ ഡിവോട്ടീസ്, ചില ശുദ്ധ ഭക്തന്മാർ, അവർ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി. എന്തിനാ ലോകം ഇതുപോലെയാണ്? അവർക്ക് ഈ ശുദ്ധ ഭക്തന്മാർക്കൊക്കെ കാണാം നേരിട്ട് എങ്ങനെ ഈ വ്യക്തികളൊക്കെ സഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ സന്തോഷമായിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പാപത്തിന് വേണ്ടി അടുത്ത ജന്മത്തിലോ അവർ ദുഃഖിക്കേണ്ടി വരും. അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർക്കൊക്കെ അറിയില്ല എത്ര ഒരു തമോ ഗുണത്തിലാണ്, ഇവർക്ക് അൾട്ടിമേറ്റ് അജ്ഞാനത്തിലാണ്. ഇവർ ആരാണ് പോലും ഇവർക്ക് അറിയുന്നില്ല. ഇവർ എല്ലാവരും ഭാവിക്കുന്നുണ്ട് അവർ ഈ ശരീരമാണ്, ഈ ശരീരമാണ് എല്ലാം. ഈ ശരീരത്തിനെ നന്നായിട്ട് നോക്കണം. ഈ ശരീരത്തിന്റെ റിലേറ്റീവ്സ്, അതായത് അച്ഛൻ, അമ്മ, അത്ത, മാമ, ഓൾ റിലേറ്റീവ്സ്, ഇവരുടെ തമ്മിൽ നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ് വെക്കണം. ഇതൊക്കെയാണ് എല്ലാം ചിന്തിക്കുന്നത്. ആരും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോ അദ്വൈതാചാര്യന് ഭയങ്കര ദുഃഖം, വേദന തോന്നി. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിചാരിച്ചു ഇതിനെ ശരിയാക്കാൻ ഞാനോ വേറെ ഏത് ഭക്തന്മാർക്കും കഴിയില്ല.
ഇതിന് സാക്ഷാത് ശ്രീകൃഷ്ണൻ തന്നെ വരണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ വന്നാൽ തന്നെ ഇവരൊക്കെ തിരുത്താൻ കഴിയും എന്ന് അദ്ദേഹം ഭാവിച്ച്, അദ്ദേഹം സ്വയം മഹാവിഷ്ണുവാണ്. എന്നാലും അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഞാൻ പോലും എനിക്ക് പോലും ചെയ്യാൻ കഴിയില്ല. ഇതിന് ഗോലോക വൃന്ദാവനിലുള്ള ആ ഒരു പ്രേമ, ബിക്കോസ് ഇപ്പൊ മഹാവിഷ്ണു, അവിടെയുള്ള മഹാവിഷ്ണു വൈകുണ്ഠത്തിലൊക്കെ ഭാവവും ഇതും ഉണ്ടല്ലോ, അതിന്റെ ഭക്തി ചെയ്യാൻ വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ഉണ്ട്. എല്ലാ നമ്മുടെ സത്യയുഗ, ത്രേതായുഗ, ദ്വാപരയുഗത്തിലൊക്കെ യജ്ഞം ചെയ്യുന്നത്, വിഗ്രഹ പൂജ ചെയ്യുന്നത്, ഇതിനൊക്കെ കുറെ റൂൾസും അത് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മുടെ കലിയുഗത്തിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ തന്ന ഒരു വഴി എന്താണ്? ഹരിനാമം ചെയ്യുന്നത്. അപ്പൊ ഈ ഹരിനാമം വളരെ ഈസി ആയിട്ട് എല്ലാ സമയത്തും കിട്ടുന്ന ഒരു വിഷയമല്ല. നമുക്കിപ്പോ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അതിന്റെ ഒരു റാരിറ്റി, അത് എത്ര അപൂർവമാണ് നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ അദ്വൈതാചാര്യ ഒക്കെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിന് ആ സമയത്ത് ഭഗവാന്റെ നാമം ഉറക്കെ പാടിയാൽ, ഉറക്കെ പറഞ്ഞാൽ അവിടെയുള്ള ബ്രാഹ്മണന്മാരൊക്കെ അവർ അത് തെറ്റ് എന്ന് പറയും. അവർ പറയും ഭഗവാന്റെ നാമം മനസ്സിൽ മാത്രമേ പറയണം, ഗായത്രി മന്ത്രം ഇതൊക്കെ മനസ്സിന്റെ അകത്ത് തന്നെ ജപിക്കണം, ഇതൊക്കെ പുറത്ത് പറയാൻ പാടില്ല. ഭഗവാന്റെ നാമം കൃഷ്ണ, ഹരേ, ഗോവിന്ദ ഇതൊക്കെ ഉറക്കെ പറയരുത്, അങ്ങനെ അവർ പറയും. സോ ഭഗവാന്റെ നാമം ഉറക്കെ പറയാം എന്ന് തന്നെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറഞ്ഞതിന് ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത്. സോ അത്രയ്ക്ക് അപൂർവമാണ് നമുക്ക് കിട്ടിയ ഈ ഹരിനാമ സങ്കീർത്തനം. സോ അങ്ങനെ നമ്മുടെ അദ്വൈതാചാര്യ അദ്ദേഹം ഓർത്ത് അദ്ദേഹത്തിന്റെ ശാലിഗ്രാം ശില അതെടുത്ത്, അദ്ദേഹത്തിന്റെ വീടിനകത്ത് അടുത്ത് ഗംഗ ഉണ്ടായിരുന്നു, കുറച്ച് ഗംഗാജലം, തുളസി ഇല, പിന്നെ ചന്ദനം, തുളസി ഇല ചന്ദനത്തിൽ തോച്ച് അത് ശാലിഗ്രാം ശിലയൊക്കെ ഓഫർ ചെയ്തിട്ട് ഗംഗ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് അദ്ദേഹം ഉറക്ക വിളിക്കാൻ തുടങ്ങി ഭഗവാന്. എന്ത്? ഭഗവാനെ ശ്രീകൃഷ്ണ, നിങ്ങൾ ദയവേത് അവതാരം ചെയ്ത് വരണം, നിങ്ങൾ അവതാരം ചെയ്ത് വന്ന് നിങ്ങൾ ഭക്തി ഇവർക്കൊക്കെ കൊടുത്ത്, നിങ്ങളുടെ കരുണ ഇവർക്കൊക്കെ കൊടുത്താൽ മാത്രമേ ഈ ലോകത്തിന് വിമോചനം ഉള്ളൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം 2 ദിവസമല്ല, കുറേ വർഷങ്ങൾ അദ്ദേഹം ഇങ്ങനെ പൂജ ചെയ്തു. ആൻഡ് അദ്ദേഹം എങ്ങനെ ഈ പൂജ തുടങ്ങി? അദ്ദേഹം ശാസ്ത്രം വായിക്കുമ്പോ ഒരു പുരാണത്തിൽ അദ്ദേഹം ഈ ശ്ലോകം കണ്ടു. ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഗംഗാജലമും തുളസിയും ഭഗവാൻ കൃഷ്ണനെ ശാലിഗ്രാം രൂപത്തിൽ ഓഫർ ചെയ്താൽ ഭഗവാൻ പറയുന്നുണ്ട്, ആ ഭക്തൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാനിന് ഗംഗാജലമും തുളസി പത്രവും. അത്രയ്ക്ക് സ്പെഷ്യലാണ്. ഇത്ര ഈസി വഴിയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. നമുക്ക് വലിയ യജ്ഞമോ വലിയ ദാനധർമ്മമോ എന്തോ ചെയ്യണ്ട. ഭഗവാൻ വളരെ ഒരു നല്ല ഭക്തന്റെ ഹൃദയവും ഇത്തിരി ഗംഗാജലും തുളസി ലീഫും മതി ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട്. സോ ഇത് വായിച്ചിട്ട് ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്വൈതാചാര്യ പൂജ ചെയ്ത് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. അപ്പോ ആ ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാൻ ആ ഭക്തൻ എന്ത് പറഞ്ഞാലും അനുസരിക്കും. സോ അങ്ങനെ അദ്വൈതാചാര്യ ഭഗവാനോട് വളരെ സിൻസിയർ ആയിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരം ചെയ്തത്. മഹാപ്രഭു അവതാരം ചെയ്തതിന് കുറെ കാരണങ്ങളുണ്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ 5 മെയിൻ റീസൺസ് പറയുന്നുണ്ട്. ആ 5 പ്രധാന റീസണില് ഒരു പ്രധാന റീസൺ ആണ് അദ്വൈതാചാര്യന്റെ ആ ഒരു ഉറക്കെ വിളിച്ചതും അദ്ദേഹം പ്രാർത്ഥിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്വൈതാചാര്യന്റെ കൃപാവും കരുണയും കൊണ്ടാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു കിട്ടിയതും ചൈതന്യ മഹാപ്രഭു വഴി നമുക്ക് ഈ ഹരിനാമം കിട്ടിയതും. ഈ ഹരിനാമം കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ മർസി കൊണ്ട് നമുക്ക് ഈ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് ഭക്തി ചെയ്ത്
തിരിച്ച് നമ്മുടെ വീടായിട്ടുള്ള ഭഗവത് ധാമിലേക്ക് പോകാൻ കഴിയും, ഗോലോക വൃന്ദാവനിലേക്ക് പോകാൻ കഴിയും. ഇത് എത്ര വലിയ റാറാണ് നമുക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഓരോരോ രീതി കാണുമ്പോൾ ധ്യാന യോഗ, അഷ്ടാംഗ യോഗ, ജ്ഞാന യോഗ, ഈ മാർഗം ഭഗവാനെ അടയാനുള്ള ഈ മാർഗം ഒക്കെ കണ്ടാൽ അതിന് കുറെ ലൈഫ് ടൈംസ് വേണ്ടി വരും. ഒരു ജന്മത്തിൽ ചെയ്യാനുള്ള ഒരു പ്രോസസ് അല്ല അത്. അതിന് പല ജന്മങ്ങൾ വേണ്ടി വരും. ഈ ജന്മത്തിൽ ചെയ്ത് അത് അവിടെ തുടങ്ങണം, അതുപോലെയാണ്. പക്ഷെ നമ്മുടെ ഈ ഭക്തി നമുക്ക് ഈ ഒരു ലൈഫിൽ തന്നെ പൂർത്തിയാക്കാം. അതുകൊണ്ടാണ് ശില പ്രഭുപാദ് പറയുന്നുണ്ട്, എന്താ കഷ്ടം, ഇത്ര ജീവിതങ്ങൾ നമുക്ക് എത്രയോ നമുക്ക് നമ്മൾ അത്ര ശരീരം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്ര ലൈഫ് നമുക്ക് പോയിട്ടുണ്ട്. എല്ലാ ലൈഫും നമ്മളുടെ ആ ശരീരത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, വാഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ ഒരു ജീവിതം ഭഗവാനിലേക്ക് തരും. വാട്ട് ഈസ് ദ ഡിഫിക്കൽട്ടി? നമ്മുടെ ഈ ഒരു ജീവിതം മാത്രം ഭഗവാന് വേണ്ടി നമുക്ക് അർപ്പണിക്കാം. അതിൽ നമുക്ക് ഏതൊരു ലോസും ഇല്ല, നമുക്ക് ഗെയിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോവാം. സോ അങ്ങനെ അദ്വൈതാചാര്യ വിളിച്ചിട്ടാണ് നവദ്വീപിൽ ജഗന്നാഥ് മിശ്രന്റെ മകനായിട്ട് നമ്മുടെ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തപ്പോൾ അദ്വൈതാചാര്യ അവിടെ ഉള്ള ഒരു വെരി സ്ട്രോങ്, വെരി ഫേമസ്, വളരെ സമൂഹത്തിൽ വളരെ ഹൈ പോസ്റ്റിലുള്ള ഒരു ബ്രാഹ്മണനാണ് അദ്വൈതാചാര്യ. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ അച്ഛനും അമ്മയും ജഗന്നാഥിന്റെ ലക്ഷ്മിമാതാവിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും. സോ ചൈതന്യ മഹാപ്രഭു ജനിച്ചപ്പോൾ അദ്വൈതാചാര്യവിന് he saw all the auspicious signs. ഒരു ശുഭകാര്യം നടക്കുമ്പോൾ അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, അത് ബ്രാഹ്മണന്മാർക്ക് മനസ്സിലാവും. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവതരിച്ച സമയത്ത് ഈ ലോകം മുഴുവൻ എല്ലാ ഒരു മംഗളകരമായ ലക്ഷണങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടപ്പോൾ അദ്വൈതാചാര്യ മനസ്സിലായി ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ശാന്തിപുരിൽ അദ്വൈതാചാര്യ വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ സാധിച്ചു. അപ്പോ അദ്ദേഹം ശാന്തിപുരിൽ വെച്ച് എല്ലാവർക്കും ദാനം കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും എന്ത് ചോദിച്ചാലും ദാനം തരാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് കൂടെ അവിടെ ഹരിദാസ് ഠാക്കൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഹരിദാസ് ഠാക്കൂറും അദ്ദേഹം കൂടി ഭഗവാന്റെ നാമം ഉറക്കെ പറഞ്ഞ് കീർത്തനവും നൃത്യവും ചെയ്തിരുന്നു. അപ്പോ ശ്രീ അദ്വൈതാചാര്യന്റെ വൈഫ് സീത ഠാക്കൂറാണി അദ്ദേഹം പല്ലക്കിൽ പോയിട്ടുണ്ട്. ബിക്കോസ് അദ്വൈതാചാര്യ വളരെ ഒരു ഹൈ സ്റ്റേറ്റസ് ഉള്ള ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ ആ സമയത്തൊക്കെ വളരെ ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള സ്ത്രീകളൊക്കെ അവർ റോഡിൽ വാക്ക് ചെയ്ത് പോവില്ല, എവിടെ പോയാലും പല്ലക്കിൽ പോവും. സാധാരണയായിട്ട് എല്ലാവർക്കും അവരെ ഈസി ആയിട്ട് കാണാൻ കഴിയില്ല. അവരുടെ പല്ലക്കിൽ പോവും, എപ്പോഴും വീടിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. വീടിന്റെ അകത്ത് തന്നെ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പുറത്ത് പോകണമെങ്കിൽ അവർ പല്ലക്കിൽ പോകും. സോ സീത ഠാക്കൂർ റാണി ദേവി അദ്ദേഹം ചെറിയ നിമായി ചൈതന്യ മഹാപ്രഭു വേണ്ടി എന്തൊക്കെ വേണമോ, ധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, ഗോൾഡും സിൽവറിന്റെ ഓർണമെന്റ്സ്, പിന്നെ ചന്ദനം, കുങ്കുമം എല്ലാം കൊണ്ടുപോയിട്ട് ഒരേ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുപോയിട്ട് പല്ലക്കിൽ അദ്ദേഹം നവദ്വീപിലേക്ക് വന്ന് ചൈതന്യ മഹാപ്രഭു വീട്ടിലേക്ക് വന്ന് ശശി മാതാവിനെ ടേക്ക് കെയർ ചെയ്ത് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സീത ഠാക്കൂർ റാണി മഹാപ്രഭുവിന്റെ എല്ലാ സംസ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് സച്ചി മാതാവും മഹാപ്രഭുവിനും നന്നായിട്ട് നോക്കിയിരുന്നു. ആൻഡ് അദ്വൈതാചാര്യ ഇടയ്ക്കിടയ്ക്ക് നവദ്വീപ് ധാമിലേക്കും വന്നിട്ട് മഹാപ്രഭുയുടെ കൂടെ, ഇവിടെ ശ്രീവാസ് ഠാക്കൂർ ഉണ്ട്, ഈ വൈഷ്ണവന്മാരുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. സോ ഇതുപോലെ കുറെ ലീലകൾ അദ്വൈതാചാര്യ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കൊണ്ടുവന്നതാണ്. നമുക്ക് എന്താ മെഡിറ്റേറ്റ് ചെയ്യണം. എങ്ങനെ അദ്വൈതാചാര്യ അദ്ദേഹത്തിന് എന്തൊരു കുറവുമില്ല. അദ്ദേഹം മഹാവിഷ്ണുയുടെ അവതാരമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലും
സീത ഠാക്കുറാണി ശ്രീദേവി സ്വയം ലക്ഷ്മി ദേവിയാണ്. അപ്പൊ അവർക്ക് ഏതിന്റെ കുറവും ഇല്ല. അവർക്ക് 8 മക്കളുണ്ടായിരുന്നു. സോറി, അദ്വൈതാചാര്യന് 6 മക്കളുണ്ടായിരുന്നു, 6 സൺസ്. ആൻഡ് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു വൈഷ്ണവന്റെ ഒരു ഇമ്പോർട്ടന്റ് ക്വാളിറ്റിയാണ് കരുണ. അവർക്ക് എല്ലാം ശരിയാണെങ്കിലും അവർ എല്ലാവരെയും കാണുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് ആ വ്യക്തിയെ പ്രതി കരുണ വരും. ആൻഡ് അവർക്ക് എന്തെങ്കിലും ചെയ്യണം, സിമ്പതി മാത്രം ഇല്ല. അപ്പൊ നമുക്കൊക്കെ സംടൈംസ് നമ്മൾ ഒരു വ്യക്തി സഫർ ചെയ്ത് കാണുമ്പോൾ നമുക്ക് സിമ്പതി ഉണ്ടാവും. സിമ്പതി ഉണ്ടായാൽ എന്താ, നമുക്ക് ഫീൽ ചെയ്യുന്ന അയ്യോ പാവം ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ ഫീൽ ചെയ്യും. പക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യില്ല. ഫീലിംഗ് ഉണ്ടാവും, നമ്മൾ പോവും, അത് സിമ്പതി. പക്ഷെ കരുണ, കമ്പാഷൻ, അതെന്താണ്? കമ്പാഷൻ ഉണ്ടെങ്കിൽ നോട്ട് ഓൺലി വി ഫീൽ സിമ്പതി, ഫീലിംഗ് മാത്രം ഉണ്ടാവില്ല, നമുക്കും കഷ്ടം ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ആ കഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കഷ്ടം പോകാനായിട്ട് എന്തെങ്കിലും ചെയ്യണം ആൻഡ് എന്തെങ്കിലും ചെയ്യും. അതാണ് കമ്പാഷൻ, അതാണ് കരുണ. അപ്പൊ വൈഷ്ണവന്മാരൊക്കെ അവർക്കൊക്കെ ഉള്ള ഒരു ക്വാളിറ്റിയാണ് കരുണ. അതും അദ്വൈതാചാര്യന്റെ ജീവിതത്തിൽ കരുണാണ് ഏറ്റവും അദ്ദേഹം പ്രകാശം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ കരുണയും കൊണ്ടാണ് അദ്ദേഹം ഈ ലോകം മുഴുവതും അദ്ദേഹം ഹി ഫെൽറ്റ് ബാഡ് ഫോർ ദ ഹോൾ വേൾഡ്. എല്ലാവരും സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ലോകത്തിന്റെ ഒരു നന്മയ്ക്കായിട്ട് അദ്ദേഹം ഈ ലീല ചെയ്ത് ഭഗവാനെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിളി കൊണ്ടാണ് നമുക്കൊക്കെ ഇന്ന് ചൈതന്യ മഹാപ്രഭു, ഇസ്കോനും ഹരിനാമും എല്ലാം കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്നും നമുക്ക് അദ്വൈതാചാര്യ ഓർത്ത് അദ്ദേഹത്തിനോട് നന്ദി പറയണം. ആൻഡ് അദ്ദേഹം തന്ന ഈ പ്രോസസ്, അദ്ദേഹത്തിന്റെ കരുണ വഴി നമുക്ക് കിട്ടിയ ഈ ഹരിനാമം നന്നായിട്ട് ചെയ്യണം, ഭക്തി നന്നായിട്ട് ചെയ്യണം. വെറും താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ. നമുക്ക് വേണ്ടി ഒരു വ്യക്തി ഏതോ ഒരു വലിയ നല്ല കാര്യം ചെയ്തിട്ട് താങ്ക്സ് മാത്രം പറഞ്ഞിട്ട് ആ വ്യക്തി ചെയ്തു തന്ന ആ ഒരു വിഷയമോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ യൂസ് എടുക്കാതെ അത് വേസ്റ്റ് ആക്കി കളഞ്ഞ, സോ വേസ്റ്റിംഗ് സംതിങ് വൺ പേഴ്സൺ ഹാസ് ഗിവൻ ഇസ് അദ്ദേഹത്തിന് ഒരു ഡിസോണർ ചെയ്യുന്നത് പോലെ, അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് ചെയ്യാത്തത് പോലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ടിയ ഒരു ഫ്രണ്ട്, നമ്മുടെ എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ മേൽ വളരെ സ്നേഹം കൊണ്ട് എനിക്കൊരു വലിയ ഒരു സമ്മാനം തരുന്നുണ്ട്. ഞാൻ താങ്ക്സ് പറഞ്ഞു വളരെ സോഫ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് പെരുമാറി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൊടുത്ത ആ ഒരു സാധനം, ഒരു വില ഉയർന്ന വസ്തു, അതിന് ഞാൻ കളഞ്ഞാലോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാതെ അത് വെച്ചാലോ, അപ്പോ അത് ആ വ്യക്തിയോട് ഞാൻ കാണിക്കുന്ന ഒരു ഡിസ്റെസ്പെക്ട് ആണ്. ബിക്കോസ് അദ്ദേഹത്തിന്റെ വാട്ട് ഈസ് ദ പോയിന്റ്, അദ്ദേഹം നമുക്കൊരു വസ്തു തന്നെങ്കിൽ അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടാവും. ഞാൻ കൊടുത്ത ഈ സാധനം ഇവർക്ക് യൂസ് ആവുന്നുണ്ട്, ഷീ ഈസ് വെരി ഹാപ്പി യൂസിങ് ഇറ്റ്. അപ്പൊ അവർക്ക് തൃപ്തി ഉണ്ടാവും. വെറും താങ്ക്സ് മാത്രം പറഞ്ഞാൽ അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അവർ ആ വസ്തു കേടായിട്ട് കാണുമ്പോൾ അവർക്ക് മനസ്സിൽ വേദന തോന്നും. ഞാൻ ഇത്ര നോക്കി കണ്ടുപിടിച്ച് ഇവർക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ഇവർ യൂസ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാവും. അപ്പൊ എന്തുമാത്രം നന്ദിയും സ്നേഹവും കാണിച്ചാൽ അത് അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ആചാര്യന്മാർ, വൈഷ്ണവന്മാരൊക്കെ നമുക്ക് കൃഷ്ണ പ്രേമ, ഹരിനാമം ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഭക്തി ഗ്രന്ഥങ്ങൾ കുറെ വൈഷ്ണവ ആചാര്യന്മാർ ഭജന് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് താങ്ക്സ് മാത്രം പറഞ്ഞാൽ പോരാ, അവർ എഴുതിയ ഈ പാട്ടൊക്കെ നമുക്ക് വായിക്കണം. വായിച്ചിട്ട് മനസ്സിലാക്കി അവർ പറയുന്ന ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യണം. അതുപോലെ അദ്വൈതാചാര്യ മൂലം നമുക്ക് ഈ ഹരിനാമം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹരിനാമം എവരിഡേ ചാന്റ് ചെയ്ത് അതിന്റെ പർപ്പസ് നമുക്ക് ഫോളോ ചെയ്യണം. പർപ്പസ് എന്താണ്? ഈ ജീവിതത്തിൽ ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പൊ ഭക്തി ശരിയായിട്ട് ചെയ്താൽ അപ്പോൾ ഇവർക്കൊക്കെ തൃപ്തി ഉണ്ടാവും. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതിന് ഒരു ഫലനുണ്ട്. ഈ ലോകത്തിൽ എല്ലാവരും ഭക്തി ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ അവർക്കൊരു തൃപ്തി ഉണ്ടാവും. ദാറ്റ് ഈസ് ദ റൈറ്റ് വേ. നമുക്ക് അതാണ് ശരിയായിട്ടുള്ള രീതി. നമുക്ക് ഈ ആചാര
ആയിട്ട് ഉള്ള ഒരു രീതിയാണ് ഇത്. പ്രോപ്പർ വേ ടു താങ്ക് ദം is to follow what they did. അവർ നമുക്ക് പറഞ്ഞു കൊടുത്തതും അവർ നമുക്ക് വേണ്ടി ചെയ്തതും ഒക്കെ നമുക്ക് ഫോളോ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്താം. സോ ഇന്ന് നമ്മൾ അദ്വൈതാചാര്യന്റെ ഈ ലീല സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ അദ്ദേഹം എങ്ങനെ ഹരിദാസ് ഠാക്കൂറെ കണ്ടു ആൻഡ് ഹരിദാസ് ഠാക്കൂറിന് വേണ്ടി അദ്വൈതാചാര്യ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. എനി ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറയൂ മാതാജി. മാതാജി, യെസ്, ശിവനും സദാശിവനും തമ്മിലുള്ള വ്യത്യാസം എന്തോന്നാണ്? സദാശിവന്റെ അംശമാണ് ശിവൻ. സദാശിവൻ എവിടെ നമ്മുടെ ഈ പ്ലാനറ്ററി സിസ്റ്റമിന്റെ അലൈൻമെന്റ് കാണുമ്പോൾ ഏറ്റവും ആത്മീക ഉലകത്തിൽ സ്പിരിച്വൽ സ്കൈയില് ഗോലോക വൃന്ദാവൻ, വൈകുണ്ഠം, അയോധ്യ, ദ്വാരക, ഇതൊക്കെ ഭഗവാന്റെ ലീലാ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടു. അപ്പൊ അവിടെ ഒരു കൈലാസമുണ്ട്. അത് എവിടെയാണ്? സ്പിരിച്വൽ സ്കൈയില്, ആധ്യാത്മിക ലോകത്തിൽ അവിടെ ഒരു കൈലാസമുണ്ട്. അവിടെ ഇരിക്കുന്നതിന് സദാശിവൻ. പിന്നെ അതിന്റെ നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡ് ഉണ്ട്, മെറ്റീരിയൽ സ്കൈ. മെറ്റീരിയൽ സ്കൈ എങ്ങനെയാണ്? മെറ്റീരിയൽ സ്കൈ ടെമ്പററി ആണ്. അത് ചിലപ്പോ വെറും മാനിഫെസ്റ്റ് ആവും, പിന്നെ അൺമാനിഫെസ്റ്റ് ആവും. പ്രളയം വരും, എല്ലാം പോവും, പിന്നെ മെറ്റീരിയൽ ഉണ്ടാവില്ല. പിന്നെ തിരിച്ച് ക്രിയേഷൻ, സൃഷ്ടി സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എല്ലാം മാനിഫെസ്റ്റ് ആവും, ഭൂലോകവും സ്വർഗലോകവും. അപ്പൊ ഇവിടെയും ഈ മെറ്റീരിയൽ വേൾഡിലും ഒരു കൈലാസമുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ശിവൻ. സോ സ്പിരിച്വൽ വേൾഡിലുള്ള ആ സദാശിവന്റെ അംശമാണ് ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ശിവൻ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ സർവമംഗളകാരി എന്ന് പറയാൻ കാര്യം എന്താ അദ്വൈതാചാര്യ? സർവമംഗളകാരി എന്ന് പറയാൻ കാര്യം എന്താ അദ്വൈതാചാര്യ? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി പോയോ? മാതാജി ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. എല്ലാവരും വന്നാട്ടെ. മാതാജിക്ക് വേണ്ടി നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ 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 ഹരേ, ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ, ഹരേ രാമ രാമ ഹരേ, ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ, ഹരേ കൃഷ്ണ, രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ, ഹരേ ഹരേ ഹരേ. രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. വെള്ളം ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നേ. വിളക്കല്ല, തെക്കോട്ട് ഒരിക്കലും ഈ കോമ്പ് വെക്കരുത്. തെക്കോട്ടെ പറഞ്ഞേക്കരുത്. കൃഷ്ണ മാതാജി ഇപ്പൊ തിരിച്ചു വരുമെന്നും പറഞ്ഞാണ് പോയിരിക്കുന്നത്. മാതാജി തിരിച്ചു വരുമെന്നും പറഞ്ഞാ പോയിരിക്കുന്നതെന്ന്. ബഹുവിനോട് സംശയം ചോദിക്കട്ടാ? അവിടെ സ്വർണ്ണമായോ മഹാദേവന്റെ ഇന്നലെ സദാശിവ
അത് എഴുതി തയ്ച്ചോണ്ടിരിക്കണം. എന്താന്നറിയാവോ, വിനാഗിരിയും എന്ത് മറന്നുപോയി. സംശയം പറഞ്ഞു തരുമോ? ഹരേ കൃഷ്ണ. റെക്കോർഡിംഗ് ഓണാ പ്രഭു. മാതാജി വന്നു. മാതാജി ഞാൻ കട്ടായി പോയി. എപ്പോഴാ പോയത്? കുറച്ചു ഒരു നേരമായി. 2 മിനിറ്റ് ഇപ്പൊ മാതാജി 2 ലെഫ്റ്റ് മിനിറ്റ്. ആയിരിക്കണം. പ്രഭുവിന്റെ ക്വസ്റ്റ്യൻ, പ്രഭുയുടെ ആൻസർ ഞാൻ പറഞ്ഞത് കേട്ടോ? ഇല്ല ഇല്ല, ഇല്ല. കേട്ടില്ല. ഞാൻ സംസാരിച്ചോണ്ട് I was just talking. ഈ പറഞ്ഞ കേട്ടില്ല കേട്ടോ. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സർവമംഗളകാരിയാണെന്ന് പ്രഭുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? സോ ഞാൻ ഒരു വെർസ് തപ്പി നടക്കായിരുന്നു. വെർസ് എനിക്ക് കിട്ടി. ഞാൻ വെർസ് ഐ വാസ് റീഡിങ് ഇറ്റ്. സോ ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ ലീല ചാപ്റ്റർ 6 വെർസ് നമ്പർ 12 അതില് പറയുന്നുണ്ട്, ജഗത്ത മംഗള അദ്വൈത മംഗള ഗുണധാം മംഗള ചരിത്ര സദാ മംഗള ജാരനാം. സോ അദ്വൈത ജഗത് മംഗളാണ്. ജഗത്ത മംഗള എന്ന് വെച്ചാൽ എന്താ? ഈ ജഗത്തിന് വേണ്ടി അദ്വൈതാചാര്യ അവതാരം ചെയ്തതും ലീല ചെയ്തതും ഒക്കെ ഈ ഫുൾ സൃഷ്ടിന് വേണ്ടി മംഗളമാണ്. ഇറ്റ് ഈസ് ഓസ്പീഷ്യസ് ഫോർ ദ ഹോൾ വേൾഡ് ടു ഹാവ് അദ്വൈതാചാര്യ. മംഗള ഗുണധാമ, കുറെ ഗുണങ്ങളുണ്ട്. ഒരു വ്യക്തി ആവുമ്പോൾ ക്വാളിറ്റീസ് ഉണ്ടാവും. ഐ ആം വെരി ഫോർ എക്സാമ്പിൾ, ദർ ഇസ് വൺ പേഴ്സൺ, ഈ മാതാജി വെച്ച്, ആ മാതാജി ബ്യൂട്ടിഫുൾ ആണ്, വളരെ ഹമ്പിൾ ആണ്, വിനയന, പിന്നെ എന്തെങ്കിലും ക്വാളിറ്റി, നന്നായിട്ട് കുക്ക് ചെയ്യും. ഇതൊക്കെ ക്വാളിറ്റീസ് ആണ്. അപ്പൊ അദ്വൈതാചാര്യന്റെ ക്വാളിറ്റീസ് എങ്ങനെ ഉണ്ടായിരുന്നു? മംഗള ഗുണധാമം. അദ്ദേഹം എല്ലാ മംഗളം ആണ് ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ലോകത്തിലുള്ള എല്ലാ ഓസ്പീഷ്യസ് ക്വാളിറ്റീസും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. മംഗള ചരിത്ര, അദ്ദേഹത്തിന്റെ ചരിത്രം അത് മംഗല്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴും കേൾക്കുമ്പോഴും പറയുമ്പോഴും നമുക്ക് മംഗളം ഉണ്ടാവും. സദാ മംഗള ജാരനാം, എപ്പോഴും അദ്ദേഹത്തിന്റെ നാമം പോലും അദ്വൈതാചാര്യ എന്ന അദ്ദേഹത്തിന്റെ പേര് പോലും മംഗളം ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ശിവനാണ് മഹാദേവൻ. മഹാദേവൻ എന്ന് പറയുന്നത് അതോ? മഹാദേവൻ, ശങ്കരൻ, രുദ്ര, ഇതൊക്കെ ശിവന്റെ പേരാണ്. ഇത് നമുക്ക് സദാശിവനെയും പറയാം, ഈ ലോകത്തിലുള്ള ശിവനെയും പറയാം. ബിക്കോസ് അവർ രണ്ടുപേരുടെ ക്വാളിറ്റീസും ആക്ടിവിറ്റീസും എല്ലാം ഒരുപോലെയാണ്. ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, സദാശിവൻ ഈ മെറ്റീരിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ യാതൊന്നുമില്ല. അദ്ദേഹം ഈ മെറ്റീരിയൽ വേൾഡിലുള്ള ഈ പ്രളയവും കാലവും എല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അംശമായ ശിവനിലൂടെയാണ്. സോ ആ ഒരു ഡയറക്റ്റ് കണക്ഷൻ അവർക്കില്ല. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ മാതാജി. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതില് ഒരു പേര് ശ്രീദേവി, ഒരാളിന്റെ പേര് സീത. ശ്രീ സീത. ശ്രീ സീത. ശ്രീദേവി. ശ്രീ ഇനെ ശ്രീദേവി എന്ന് പറയും, സീത ഇനെ സീതാദേവി എന്ന് പറയും. പിന്നെ ആ സമയത്തൊക്കെ വലിയ വീട്ടിലുള്ള ലേഡീസിനൊക്കെ ഠാക്കൂറാണി എന്ന് പറയും. ഠാക്കൂർ, നരോത്തമദാസ് ഠാക്കൂർ, ഭക്തിവിനോദ് ഠാക്കൂറിനെ കേട്ടില്ലേ? ഠാക്കൂർ എന്ന് വെച്ചാൽ മഹാവ്യക്തി.
അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെ ഠാക്കുറാണി എന്ന് പറയും. ഓ സോ അതുകൊണ്ട് നമ്മൾക്ക് വിളിക്കുന്നത് സീതാ ഠാക്കുറാണി എന്ന്. സീത ഠാക്കുറാണി. ഹരേ കൃഷ്ണ മാതാജി. ഠാക്കുറാണി എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ലേഡി, വെരി ഹൈ പ്രൊഫൈൽ, വെരി ഓൾഡ് ലേഡി, വർഷിപ്പബിൾ. അതിൽ പൂജിക്കാം. നോട്ട് എവറി വൺ ഹു ഇസ് ഓൾഡ് ഇസ് കോൾഡ് ഠാക്കുറാണി. വളരെ വലിയ വീട്ടിലുള്ള ലേഡീസ് ഒക്കെ വിഷ്ണുപ്രിയ ഠാക്കുറാണി, ജാനവ ഠാക്കുറാണി, ഇവരൊക്കെ ഠാക്കുറാണി എന്ന് പറയും. ഹരേ കൃഷ്ണ മാതാജി. അതായത് നമ്മുടെ രണ്ടാമത്തെ ചതുർവ്യൂഹത്തിന്റെ തൊട്ടു മുമ്പുള്ള നാരായണനിൽ നിന്ന് വ്യത്യസ്തനായത് കാരണ ബലരാമനും സദാശിവനുമായിട്ടല്ലേ വരുന്നത്. അതായത് നാരായണന്റെ അംശമാണ് സദാശിവന്, പുരുഷാവതാരത്തിന്റെ അംശമാണ് ശിവൻ, അങ്ങനല്ലേ വരുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരിക്കൽ അദ്വൈതാചാര്യർ വീട് വിട്ട് വന്നല്ലോ, അത് ഗംഗാ തീരത്തുള്ള എവിടേക്കാണ് വന്നത് മാതാജി? ശാന്തിപൂർ. ശാന്തിപൂർ. ഓക്കെ. ഹരേ കൃഷ്ണ മാതാജി. അദ്വൈതാചാര്യ ജനിച്ച സ്ഥലത്തിന്റെ തീർത്ഥപാത എന്തോ എന്റെ പേര് പറഞ്ഞു? തീർത്ഥ എന്ന് പറയും. പണതീർത്ഥ. പണതീർത്ഥ. ഹരേ കൃഷ്ണ. താങ്ക് യു. അതും ഒരു തീർത്ഥമാണ്, ബംഗ്ലാദേശിലുണ്ട്. അവിടെയും അദ്വൈതാചാര്യ കുറെ ലീലകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആചാര്യന്റെ യഥാർത്ഥ പേര് കമലാസൻ അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. മാതാജി ഭഗവാന്റെ രാധാറാണിയുടെ മകനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. സോറി മാതാജി, എനിക്ക് മനസ്സിലായിട്ടില്ല. ഭഗവാന്റെയും രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും മകനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. ആർക്കെങ്കിലും മനസ്സിലായോ? ഭഗവാൻ കൃഷ്ണന്റെ രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും മകനായിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അല്ല. ഭഗവാൻ കൃഷ്ണന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമതി രാധാറാണിയുടെ ഭാവമും രാധാറാണിയുടെ ബോഡിയുടെ കളറ് ഗോൾഡൻ, അത് എടുത്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതാരം ചെയ്തു. നോട്ട് മകനല്ല. ചൈതന്യ മഹാപ്രഭുവും രാധാകൃഷ്ണൻ തമ്മിൽ ഏതൊരു വ്യത്യാസമില്ല, ഒരേ വ്യക്തിയാണ് എല്ലാം. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈക്വൽസ് രാധാ പ്ലസ് കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ സംശയമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം മാതാജിയോട് പറയാം. എല്ലാവരും വന്നട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ ഹരേ, ഹരേ ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ.